യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിനു മുമ്പാകെ നമ്മൾ ഓരോരുത്തരും സമർപ്പിതരാകണമെന്നും ദൈവത്തെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ ആ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അതെ, ദൈവം നമ്മളോട് സംസാരിക്കുന്നതായ ദൈവമാണ്. ഇന്നും ദൈവത്തിന്റെ സംസാരത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്, പണ്ടത്തെ പോലെ ദൈവം ഇന്ന് പ്രവർത്തിക്കാറില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. പണ്ടത്തെ പോലെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലാറില്ല. ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ കൊതിക്കാറില്ല. ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് നമ്മളുടെ പ്രശ്നങ്ങൾ പറയുവാൻ നമ്മൾ സമയമെടുക്കുന്നില്ല. നമുക്ക് വേണ്ടത്ര വിശ്വാസമില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയാത്തതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ പലരുടെയും ജീവിതത്തിൽ അവർ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെ വരൾച്ച തോന്നുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ഇന്ന് തന്നെ കേൾക്കുന്നവർ ആരെങ്കിലും അപ്രകാരമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരണം. അബ്രഹാം ഒരു വിശ്വാസവീരനായിട്ടല്ല ജനിച്ചതെന്ന് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ. എങ്ങനെയാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചത്? അതെ, നാളുകളായുള്ള അബ്രഹാമിന്റെ ദൈവത്തോടുള്ള ബന്ധം. ആ ബന്ധത്തിൽ ദൈവം അവങ്കൽ പ്രവർത്തിച്ചതായ പ്രവൃത്തി നിമിത്തം അബ്രഹാമിൽ വിശ്വാസം വർദ്ധിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ എന്നെ തന്നെ ഒന്ന് പരിശോധിച്ചു. അതായത്, എൻ്റെ വിശ്വാസം വർദ്ധിച്ചുവോ? തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, ഇന്ന് എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളൊക്കെ ഞാൻ വിശ്വസിച്ചത് എൻ്റെ രോഗം സൗഖ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ച് മാത്രമായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞാൻ വിശ്വസിച്ചത് എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ അതിൽ നിന്നൊക്കെ വിടുവിക്കാൻ കഴിയുന്ന ദൈവത്തെക്കുറിച്ചായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. മറിച്ച് എൻ്റെ രോഗം സൗഖ്യമാക്കുന്ന മാത്രം ഒരു ദൈവമല്ല, മറിച്ച് സകലത്തിലും മതിയായവനായ ദൈവം. അതേ, ദൈവത്തിൽ തന്നെ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കുവാൻ തക്കതായി ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതേ, ദൈവവചനത്തിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ അത്തിവൃക്ഷം പൂത്തില്ലേലും മുന്തിരിവള്ളി പൂത്തില്ലേലും, അതേ, ഗോശാലയിൽ പശുക്കൾ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുമാന മാർഗങ്ങൾ ഇല്ലെങ്കിലും, അതേ, നമുക്ക് വസ്തുക്കൾ ഇല്ലെങ്കിലും, ജീവിതത്തിൽ ആവശ്യം വേണ്ടതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോഴും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതേ, കാരണം ഞാൻ ഈ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൽ വിശ്വസിച്ച ഒരാൾ പോലും ഇന്ന് വരെ ലജ്ജിച്ചു പോയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിൽ വിശ്വസിച്ച് ലജ്ജിച്ചു പോയതായ ആളുകൾ? എന്നാൽ ഇന്ന് ഞാൻ ഉറപ്പോടെ പറയട്ടെ, ഇന്ന് വരെയും ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ഇനി അഥവാ ആരെങ്കിലും ലജ്ജിച്ചു പോയി എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കണം, അത് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ ദൈവത്തോടുള്ള അവരുടെ ബന്ധം എന്താണെന്നുള്ളത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് വരെ ആത്മാർത്ഥമായി അതേ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ പിന്തുടർന്ന ഒരാൾക്ക് പോലും ലജ്ജിപ്പാൻ സംഗതി വരുത്തുവാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിലും അതുതന്നെയാണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അപ്പോൾ സാഷ്ടാംഗം വീണതായ അബ്രഹാമിനോട്, അതായത് ദൈവത്തെ ബഹുമാനിക്കുകയും ദൈവത്തിനു മുമ്പാകെ സമർപ്പണം ഉള്ളവനായി തീർന്ന അബ്രഹാമിനോട് ദൈവം പറയുന്നു, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൽ നിന്റെ പേര് അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. നോക്കൂ, അബ്രഹാമിന് ദൈവം ധാരാളമായ വാഗ്ദത്തം കൊടുക്കുകയാണ്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിലാകട്ടെ 16-ാം അധ്യായത്തിലാകട്ടെ ദൈവം പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്യുകയും ആ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ 17-ാം അധ്യായത്തിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ദൈവം ആ വാഗ്ദത്തങ്ങളെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കുറച്ചുകൂടെ വിശദീകരിച്ചുകൊണ്ട് ദൈവം അബ്രഹാമിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. അതിൽ ഒരു മാറ്റമാണ് അബ്രഹാമിന്റെ പേര് മാറ്റുന്നതായ ഈ പ്രധാനപ്പെട്ട മാറ്റം. നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളത്.
പക്ഷെ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം തന്നെ അനേകർക്ക് പേരിട്ട് വിളിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ നമുക്ക് വളരെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് യാക്കോബ്. യാക്കോബിന്റെ പേര്, അതെ, അവന്റെ പേരിന്റെ അർത്ഥം ഉബായി എന്നായിരുന്നല്ലോ. ആ ഉബായി എന്ന് അറിയപ്പെടുന്നവനായ ആ വ്യക്തിയെ ഇസ്രയേൽ എന്ന് ദൈവം വിളിപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ പ്രഭു എന്ന് വിളിപ്പാനിടയായി തീർന്നു. അടുത്തതായിട്ട് ശിമോൻ എന്ന വ്യക്തിയെ പത്രോസ് എന്ന് യേശു വിളിപ്പാനിടയായി തീർന്നു. അങ്ങനെ അനേകരുടെ പേരുകൾ ദൈവം മാറ്റിക്കുറിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പേരുമാറ്റം എല്ലാം സൂചിപ്പിക്കുന്നത് ആ വ്യക്തികളിൽ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രവർത്തിച്ച് അവരുടെ അവസ്ഥ വ്യത്യാസപ്പെടുത്തുന്ന അനുഭവങ്ങളിലാണ്. അതേപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ പുതിയ പേര് കൊടുക്കും എന്നുള്ളത്. അതായത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം പുതിയ പേര് നൽകും എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഇസ്രയേലിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയ ബാലന്മാര്, അവരുടെ പേരുകൾ വേറെയായിരുന്നു. എന്നാൽ ആ എബ്രായ പേരുകളെ മാറ്റിയിട്ട് ബാബിലോണിയ പേരുകൾ, അവരുടെ ദേവന്മാരുടെ പേരുകൾ അതേ അന്നത്തെ രാജാവ് കൊടുത്തു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ആ പേര് കൊടുത്തതിന്റെ ആ രാജാവിന്റെ ഉദ്ദേശം ഈ നിപുണന്മാരായ ബാലന്മാരെ ബാബിലോണിയ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും ബാബിലോണിയ മതത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് തികച്ചും ബാബിലോണിയക്കാരാക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. ദൈവം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം മാറ്റം വരുത്തിയതിനു ശേഷം, അതേ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവൃത്തി തുടർന്നതിന് ശേഷമാണ് ദൈവം നമ്മുടെ പേര് മാറ്റുന്നത്. ആ പേര് എന്താണോ ആ പേരിന് അനർത്ഥമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് അതിനകം ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അബ്രഹാമിനെ അതേ ഒരു നിലയിലേക്ക് ദൈവം കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിന്റെ പേര് മാറ്റുകയാ. അബ്രാം എന്ന പേര് ഞാൻ ഈ ദിവസങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അബ്രഹാം അബ്രഹാം എന്നാണ് നിരവധി തവണ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ അവിടെ എല്ലാം അബ്രാം അബ്രാം എന്നാണെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. പക്ഷെ എങ്കിലും അബ്രഹാം എന്ന് പറയാൻ കാരണം പിന്നീട് നമ്മൾ അബ്രഹാം എന്ന് പറയുന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും അബ്രാം എന്നുള്ള പേര് അവിടെ അർത്ഥമാക്കുന്നത് അനേകർക്ക് പിതാവ് എന്നുള്ളതാണ്. അനേകർക്ക് പിതാവ്. പക്ഷെ അബ്രഹാം എന്ന് ദൈവം മാറ്റുമ്പോൾ ബഹുജാതികളുടെ പിതാവ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ഫാദർ ഓഫ് മെനി നേഷൻസ്, അനേക രാഷ്ട്രങ്ങളുടെ ജാതികളുടെ പിതാവായി തീരും എന്നുള്ളതാണ് ആ വാഗ്ദത്തം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യമുണ്ട്. അനേകർക്ക് പിതാവ് എന്നുള്ള അർത്ഥത്തിൽ അബ്രാം എന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ വാസ്തവത്തിൽ ആ വിളി തന്നെ പരിഹാസ്യമാകുന്നതായൊരു വിളി എന്ന് പലപ്പോഴും അബ്രഹാമിന് തോന്നിക്കാണും. അബ്രഹാമിനെ വിളിക്കുന്നവർക്ക് തോന്നിക്കാണും. കാരണം ഒരാൾക്കും പിതാവല്ലാതെയാണ് അബ്രഹാം അനേകർക്ക് പിതാവെന്ന് അറിയപ്പെട്ടത്. പക്ഷെ അപ്പോഴും ദൈവത്തോട് മറുത്തു നിന്നില്ല. ആ പരിഹാസത്തിൻ്റെയും ആ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ അതെ അവൻ തളർന്നോ പോയില്ല. മറിച്ച് അപ്പോഴും ദൈവത്തിൽ തന്നെ വിശ്വസിക്കുവാൻ അബ്രഹാമിന് സാധിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പരിഹാസം കേൾക്കുമ്പോൾ, ഏതെങ്കിലും ഒരു നിന്ദയുടെ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തകർന്നു പോകും. പക്ഷെ അബ്രഹാം തകർന്നു പോയില്ല. ആ ഒരു കാര്യം നമ്മളോട് പറയുന്നത് നമ്മൾ എങ്ങനെയായിരിക്കണം, ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതായ പ്രതികൂലങ്ങളുടെയോ പ്രതിസന്ധികളുടെയോ ഇങ്ങനെയുള്ള പരിഹാസങ്ങളുടെയോ നിന്ദകളുടെയോ ഒറ്റപ്പെടുത്തലുകളുടെയോ അനുഭവത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസത്താലായിരിക്കണമെന്നാണ് നമ്മളെ ഈ ഭാഗം പഠിപ്പിക്കുന്നത്. നോക്കൂ, ഇവിടെ അബ്രാമിന് ദൈവം പുതിയ പേര് കൊടുക്കുന്നു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ. നോക്കൂ, പിതാവാക്കിയിരിക്കയാൽ. അതെപ്പോഴാ പറയുന്നത്? ഈ 99-ാമത്തെ വയസ്സിലാണ് പറയുന്നത്, പിതാവാക്കിയിരിക്കയാൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അബ്രഹാമിന്റെ ഭാര്യ സാറായിയുടെ ഉദരത്തിൽ അതേ ഒരു കുഞ്ഞ് ഉരുവാകുവാൻ ആരംഭിച്ചിരിക്കുന്നു. ദൈവം അത് വെളിപ്പെടുത്തി പറയുകയാണ്, ഞാൻ നിന്നെ പിതാവാക്കിയിരിക്കയാൽ. അതായത് ഓൾറെഡി ഐ ഹാവ് ഡൺ ദാറ്റ്, ഞാൻ ഇപ്പോഴേ അത് ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ് ദൈവം അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബ്രഹാം അറിഞ്ഞില്ല താൻ ബഹുജാതികളുടെ പിതാവായി കഴിഞ്ഞു എന്നുള്ളത്. നോക്കൂ, വരാൻ പോകുന്നതായ സന്തതികൾ അവരെല്ലാം തന്നെ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിയപ്പെടുവാൻ തക്കവണ്ണം അബ്രഹാമിനെ ദൈവം ബഹുജാതികൾക്ക് പിതാവാക്കി കഴിഞ്ഞു. അതുകൊണ്ട് നിന്റെ പേരിനി അബ്രഹാം എന്ന് അറിയപ്പെടും. അതേ, ദൈവം നമ്മളുടെ പേര് മാത്രമല്ല നമ്മുടെ അവസ്ഥ കൂടെ മാറ്റുന്നവനായ കർത്താവാണ്.
ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പേര് മാത്രമല്ല നിങ്ങളുടെ അവസ്ഥ മാറും. നിങ്ങളുടെ അവസ്ഥ മാത്രമല്ല നിങ്ങളുടെ പേര് മാറും. ഇനി നിങ്ങളുടെ പേര് ആരെങ്കിലും കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളായിരിക്കും അവർ അറിയുന്നത്. ഒരുപക്ഷെ നമ്മുടെ പേരുകൾ ദൈവം മാറ്റിയില്ല എന്ന് നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകാം. പക്ഷെ അപ്പോൾ പോലും നമ്മുടെ പേര് അതേ നമ്മുടെ സാക്ഷ്യമായിരിക്കണം. നമ്മളെ കാണുന്ന ആളുകൾ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിനെ കുറിച്ചുള്ള ആ ഒരു മേൽവിലാസം നമ്മളിൽ ആളുകൾക്ക് കാണുവാൻ സാധിക്കും. അതിലേക്ക് നമുക്കൊന്ന് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം വാഗ്ദത്തങ്ങളെ മറന്നു പോകുന്നതല്ല, മറിച്ച് വാഗ്ദത്തങ്ങളെ ഓർക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തതായ ദൈവമാണെന്ന് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. എന്ന് മാത്രമല്ല, അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രമാകുമ്പോൾ അതേ തീർച്ചയായിട്ടും രാജാവ് ഉണ്ടാകും. അതെ, ആ രാജാവ് നിന്നിൽ നിന്ന്, നിന്റെ വംശപരമ്പരയിൽ നിന്നും ഉണ്ടാകുമെന്ന് ഇവിടെ ദൈവം പറയുകയാണ്. രാജാവ് ഉണ്ടാകുമെങ്കിൽ രാജാതിരാജാവ് ഉണ്ടാകുമെന്നുള്ള ഒരു അർത്ഥമുണ്ട്. അതേ, ഭൂമിയിൽ വരാൻ പോകുന്ന രാജാക്കന്മാരെല്ലാം അബ്രഹാമിൽ നിന്ന് ഉത്ഭവിക്കും എന്ന് ദൈവം പറയുമ്പോൾ തന്നെ ഒരു രാജാതിരാജനെ കുറിച്ചുള്ള പ്രവചനവും ഇവിടെയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടത്രേ നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിച്ചു തുടങ്ങുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നോക്കൂ, ദൈവവചനം എത്രത്തോളം വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. എന്നിട്ട് ആ വംശാവലിയുടെ അവസാനത്തേക്ക് വരുമ്പോൾ നമുക്ക് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. എത്ര ഭംഗിയായിട്ടാണ് ഈ വിശുദ്ധ വേദപുസ്തകം അതേ ദൈവദാസന്മാരാൽ ചമയ്ക്കപ്പെട്ടത്. ആദ്യത്തെ ആ സുവിശേഷക എഴുത്തുകാരൻ തന്നെ മർക്കോസാണ് ആദ്യത്തെ സുവിശേഷം എഴുതിയത്. എങ്കിലും ക്രമത്തിൽ നമുക്ക് പറയാൻ സാധിക്കും മത്തായി എന്ന്. അതെ, ആ ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ അതെ ആ വംശാവലി രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവം കഴിഞ്ഞ നാളുകളിൽ അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തത്തിന്റെ സ്ഥിരീകരണം, അതിൻ്റെ ഉറപ്പ് അത് ദൈവം ചെയ്തു കഴിഞ്ഞു എന്ന് നമുക്ക് ഉത്തമമായ ബോധ്യം വരുത്തക്കവണ്ണം അവിടെ എഴുതിയിരിക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ദൈവം നമ്മളോട് ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങളെ മറന്നു കളവാൻ അനീതിയുള്ളവനല്ല. അതെ, അവൻ തന്റെ നീതി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. നമ്മൾ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തരായി നിൽക്കുന്നെങ്കിൽ അതെ, നമ്മളുടെ വിശ്വസ്തത ദൈവം നീതിയായിട്ട് കണക്കിടുന്ന ദൈവമാണ്. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനും അതേ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ ദൈവത്തിനുപാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവത്തെ ബഹുമാനിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതെ, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പേരുകൾ പലപ്പോഴും ഞങ്ങളുടെ അവസ്ഥകളെ അത് ശരിയായി ചൂണ്ടിക്കാണിക്കാറില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ വളരെയധികം നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും ഏൽക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണം ഏറ്റെടുത്തതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പേരുകളെ മാറ്റുവാൻ സർവശക്തൻ, ഞങ്ങളുടെ അവസ്ഥകളെ നിയന്ത്രിക്കുവാനും മാറ്റുവാനും ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാനും അങ്ങ് സർവശക്തനാണെന്ന് ഇന്ന് ഞങ്ങളോട് അങ്ങ് സംസാരിച്ചല്ലോ. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരുത്തരും വിശ്വാസത്തിലും ദൈവത്തോടുള്ള അനുസരണത്തിലും വളർന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതെ, നിങ്ങൾക്ക് ആത്മീയമായി കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.